ഹേ ഗൈസ്, സോ ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6:25 ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് പോയി കഴിച്ചു, വന്ന് കിടന്നു, ഉറങ്ങി. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നാണ് ഓർക്കുന്നത്. കാരണം ശനിയാഴ്ച വരെ നല്ല ജോലിയായിരുന്നു, ഹെക്റ്റിക്കാണ്. അപ്പോഴ് ഇടയ്ക്ക് എന്തെങ്കിലും മനസ്സിനൊരു ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പം സുഭാഷ് പാർക്ക് ഇവിടെ അടുത്താണ്. അപ്പൊ അവിടെ വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നു. അപ്പോഴ് ഇന്ന് പോയിട്ട് വരാം അല്ലേ, എല്ലാരെയും കാണാം. വാ. A few moments later. ഗൈസ്, അപ്പോൾ നമ്മൾ സുഭാഷ് പാർക്ക് എത്തി. അകത്തൊക്കെ കയറിയായിരുന്നു, അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് സുഭാഷ് പാർക്കിൽ വരുന്നത്. കാരണം ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ജസ്റ്റ് കൊള്ളാം, സ്ഥലം കൊള്ളാം. നമുക്ക് ഒന്ന് പീസായിട്ടിരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. സോ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അടുത്ത പ്ലാൻ വേറൊന്നുമില്ല, ഫുഡൊന്ന് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് ഒരു പെരുന്നാളുണ്ട്, അതിന് കൂടണം. അങ്ങനെ പെരുന്നാളൊക്കെ കൂടി ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്നുള്ളൊരു ഡിസിഷനായിരുന്നു. ഇതുപോലെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് നമുക്ക് ബോട്ടിൽ കയറിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു ബോട്ടിൽ കയറാൻ തീരുമാനിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചാർലി ബോട്ടെ ചാർലി അങ്ങനെ ബോട്ടിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി. വലിയ സുഖമൊന്നുമില്ല, എന്നാലും എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖം. ഇപ്പോൾ ജീവിതത്തിൽ ഓരോ ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഇപ്പം ജോലി കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ലാസ്റ്റിൽ നമ്മുടെ അത്താഴവും കഴിച്ച് ഒരു ബർഗറും ഒരു ഷേക്കും ഓർഡർ ചെയ്തു. അതുകൂടെ കഴിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. സോ ഗൈസ്, ചിലപ്പം നാളത്തെ ഒരു ചെറിയൊരു ഇതൂടെ കാണുമായിരിക്കും. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബൈപ്പാക്കലാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ ജോലിക്ക് പോയില്ല, കാരണം ഇന്നലെ വയ്യായിരുന്നു. ആ ബർഗർ കഴിച്ചത് ഒട്ടും എനിക്ക് ശരിയായില്ല. സോ അപ്പം ഇന്ന് ലീവ് എടുത്തു. സിക്ക് ലീവ് എടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ എന്തെങ്കിലും ബ്രെഡോ അല്ലെങ്കിൽ ഒരു ബുൾസയോ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അതുണ്ടാക്കുന്ന ഒരു തത്രപ്പാടിലാണ് ഞാനിപ്പോൾ. പിന്നെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നേരിട്ട് ജോലി കയറുമ്പം നാട്ടുകാരും എല്ലാവരും വിചാരിക്കും നമുക്ക് സുഖമാണെന്ന്. പക്ഷേ ഒരിക്കലും അല്ല. ഇത്
ഇത് അക്കരപ്പച്ച എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എല്ലാവർക്കും. നമുക്ക് ജോലി ഇല്ലാത്തപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയും ജോലി കിട്ടി ആ പൈസയും കൊണ്ട് നോക്കണം, കുടുംബം നോക്കണം, എല്ലാം നമ്മൾ വിചാരിക്കും. പക്ഷേ ആ ജോലി കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ മോഹിക്കും എങ്ങനെയും ആ ജോലി ഇല്ലാത്ത കാലയളവിലേക്ക് തിരിച്ചു പോയാലോ എന്ന്. അത് എല്ലാവർക്കും അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ. നമ്മൾ ഇപ്പോൾ ചുമ്മാ വീട്ടിൽ ഇരിക്കും, നമുക്ക് ഓർക്കും ദൈവം എങ്ങനെയും ഒരു ജോലി കിട്ടി എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓർക്കും എങ്ങനെയും വീട്ടിൽ ഇരിക്കണമെന്നത്. അങ്ങനെയാണ് ചിലർക്ക്. നമ്മളിപ്പോൾ പഠിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇപ്പോഴാണ് നമ്മൾ ജീവിതത്തെ നേരിട്ട് മുന്നോട്ട് കാണുന്നത്. ഈ ഒരു പ്രത്യേകിച്ച് 23-24 വയസ്സുള്ളപ്പോൾ നമ്മൾ ജീവിതത്തെ മുന്നിട്ട് കാണുകയാണ്. ഇവിടെ എന്തൊക്കെ ഡിസിഷൻ എടുക്കുന്നതോ അതൊന്ന് തെറ്റിയാൽ ചിലപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടമാകാം. പക്ഷേ പിന്നെയും ട്രൈ ചെയ്യണം. ഒന്ന് നഷ്ടപ്പെട്ടെന്ന് വെച്ച് നമ്മൾ നിർത്താതെ പിന്നെയും ട്രൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, പക്ഷേ അത് എന്നെയും കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് ഓരോ ദിവസവും ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എടാ നിനക്ക് നല്ല ജോലിയില്ലേ, ശമ്പളമില്ലേ, പിന്നെ എന്തിനാ അത് വിടുന്നത്? ഓരോ വ്യക്തിക്കും അവരവരായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് സാക്രിഫൈസ് ചെയ്താണ് ഈ ലോകത്ത് 99% ആൾക്കാരും ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ ദിവസം നമ്മളല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷെ എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ്. എനിക്ക് എന്താണ് അടുത്ത ഡിസിഷൻ എടുക്കുക, ഇപ്പം ജോലി നിർത്തിയാൽ എന്തോ ചെയ്യും, വാട്ട് നെക്സ്റ്റ്, അതാണ് ഒരു ചോദ്യചിഹ്നം. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ ഒരു പ്രായത്തിലൂടെ നമ്മൾ എല്ലാവരുടെയും മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ. അതൊക്കെ പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എനിക്കറിയാം ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. നല്ല വീഡിയോസായിട്ട് ഉടനെ എത്തും. സീ യു ഗൈസ്, ബൈ.